ശാന്തി. പ്രഭാതമുരളി 23/6/21. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഓർമ്മയിലൂടെ ആത്മാവിൻ്റെ മാലിന്യം മാറ്റിക്കൊണ്ടിരിക്കൂ. ആത്മാവ് എപ്പോഴാണോ പൂർണ്ണമായും പാവനമാകുന്നത്, അപ്പോൾ വീട്ടിലേക്ക് പോകുവാൻ സാധിക്കുന്നു. ചോദ്യം: ഈ അന്തിമ ജന്മത്തിൽ ബാബയുടെ ഏത് ഡയറക്ഷൻ പാലിക്കുന്നതിൽ തന്നെയാണ് കുട്ടികളുടെ മംഗളം ഉള്ളത്? ഉത്തരം: ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഈ അന്തിമ ജന്മത്തിൽ ബാബയിൽ നിന്നും പൂർണ്ണമായും സമ്പത്തെടുക്കൂ. ബുദ്ധിയെ പുറത്ത് അലയിക്കാതിരിക്കൂ. വിഷം ഉപേക്ഷിച്ച് അമൃത പാനം ചെയ്യൂ. ഈ അന്തിമ ജന്മത്തിൽ തന്നെയാണ് നിങ്ങൾക്ക് 63 ജന്മങ്ങളുടെ ശീലം ഇല്ലാതാക്കേണ്ടത്. അതിനാൽ രാവും പകലും പ്രയത്നിച്ച് ദേഹി അഭിമാനിയാകൂ. ഓം ശാന്തി. ശാന്തിധാമം വിശ്രമപുരിയാണ്. ഈ ലോകത്തോട് സർവരും ക്ഷീണിച്ചിരിക്കുന്നു. നമ്മൾ നമ്മുടെ സുഖധാമത്തിലേക്ക് പോയെങ്കിൽ എന്നാഗ്രഹിക്കുന്നു. ഈ ലോകം നല്ലതായി തോന്നുന്നില്ല. സ്വർഗത്തെ കാണുമ്പോൾ നരകവുമായി ഹൃദയം എങ്ങനെ യോജിക്കും? പറയുന്നു ബാബ, വേഗമാകട്ടെ, ഈ ദുഃഖധാമത്തിൽ നിന്നും കൊണ്ടുപോകൂ. ബാബയും മനസ്സിലാക്കിച്ചു തരുന്നു, ഇത് മോശമായ ലോകമാണ്. ഇതിൻ്റെ നാമം തന്നെ ഡെവിൾ വേൾഡ്, നരകം എന്നാണ്. ഇത് ഏതെങ്കിലും നല്ല വാക്കാണോ? DT വേൾഡ് എവിടെ? ഡെവിൾ വേൾഡ് എവിടെ? ഈ ഡെവിൾ വേൾഡിൽ എല്ലാവരും മടുപ്പുള്ളവരായിരിക്കുന്നു. എന്നാൽ തിരികെ ആർക്കും പോകാൻ സാധിക്കുന്നില്ല. തമോ പ്രധാനതയുടെ മാലിന്യം ചേർന്നിരിക്കുന്നു. ആ മാലിന്യം ആത്മാവിൽ നിന്നും മാറണം. അതിനുവേണ്ടി പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആരാണോ നല്ല പുരുഷാർത്ഥികൾ, അവരുടെ അവസ്ഥ ഒടുവിൽ നല്ലതാകും. ഈ പഴയ ലോകം ഇല്ലാതാകും. ഇപ്പോൾ ബാക്കി കുറച്ച് ദിവസങ്ങളാണുള്ളത്. ബാബ വന്ന് തിരികെ കൊണ്ടുപോകാത്തത് വരെയും ആർക്കും തിരികെ പോകാൻ സാധിക്കില്ല. ലോകത്തിൽ ദുഃഖമുണ്ടല്ലോ. വീട്ടിലും ഏതെങ്കിലുമൊക്കെ ദുഃഖമുണ്ടായിരിക്കും. കുട്ടികളായ നിങ്ങളുടെ മനസ്സിലുണ്ട്, ബാബ ഇപ്പോൾ നമ്മളെ ദുഃഖങ്ങളിൽ നിന്നും മോചിപ്പിക്കാൻ വന്നിരിക്കുന്നു. ആരാണോ നല്ല നിശ്ചയബുദ്ധിയുള്ളവർ, അവർ ബാബയുടെ ഓർമ്മയെ ഒരിക്കലും മറക്കുന്നില്ല. ആ ഒന്നിനെ പറയുന്നത് തന്നെ സർവരുടെയും ദുഃഖം ഹരിക്കുന്നവൻ എന്നാണ്. കുട്ടികൾ തന്നെയാണ് തിരിച്ചറിയുന്നത്. അഥവാ എല്ലാവരും തിരിച്ചറിഞ്ഞിരുന്നു എങ്കിൽ പിന്നെ ഇത്രയും മനുഷ്യരെല്ലാവരും എവിടെ വന്നിരിക്കും? ഇത് നടക്കുക സാധ്യമല്ല. അതിനാൽ ഡ്രാമയിൽ ഇങ്ങനെ യുക്തി രചിക്കപ്പെട്ടിരിക്കുന്നു. ആരാണോ ശ്രീമത്ത് അനുസരിച്ച് നടക്കുന്നത്, അവർക്ക് തന്നെയാണ് ഉയർന്ന പദവി നേടുവാൻ സാധിക്കുന്നത്. അത് ശരിയാണ്. ശിക്ഷകൾ അനുഭവിച്ചും ശാന്തിധാമത്തിൽ അഥവാ പാവന ലോകത്തിൽ പോകും. എന്നാൽ ഉയർന്ന പദവി നേടുന്നതിനായി പുരുഷാർത്ഥം ചെയ്യേണ്ടി വരുമല്ലോ. രണ്ടാമതായി, പാവനമാകാതെ പാവന ലോകത്തിലേക്ക് ആർക്കും പോകാൻ സാധിക്കില്ല. ഇന്ന് ജ്യോതിയിൽ ലയിച്ചു തിരിച്ചു പോയി എന്ന് പറയുന്നത് സംഭവിക്കുക സാധ്യമല്ല. ആദ്യം സൃഷ്ടിയിൽ വന്ന് ലക്ഷ്മി നാരായണന് പോലും തിരിച്ചു പോകാൻ സാധിക്കില്ല. അപ്പോൾ മറ്റുള്ളവർക്ക് എങ്ങനെ പോകാൻ സാധിക്കും? ഇവരുടെയും 84 ജന്മം ഇപ്പോൾ പൂർത്തിയായി. ഇപ്പോൾ പോകുന്നതിനായി തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ഒരേ ഒരു ബാബയെ വിളിക്കുക തന്നെ ചെയ്യുന്നു. ഓ ഗോഡ് ഫാദർ, ഓ ലിബറേറ്റർ. ആ ഗോഡ് ഫാദർ ദുഃഖം ഹരിച്ച് സുഖം നൽകുന്നവനാണ്. കൃഷ്ണനെയോ മറ്റാരെയോ വിളിക്കുന്നില്ല. ക്രിസ്ത്യൻസ് ആകട്ടെ മുസ്ലിംസ് ആകട്ടെ എല്ലാവരും ഓ ഗോഡ് ഫാദർ എന്ന് പറഞ്ഞ് വിളിക്കുന്നു. ആത്മാവാണ് തൻ്റെ ഫാദറിനെ വിളിക്കുന്നത്. ഫാദർ എന്ന് പറയുന്നത് ഞാൻ ആത്മാവാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ്. ആത്മാവ് എന്നൊന്നുണ്ടല്ലോ. ആത്മാവ് വലിയ സാധനമല്ല, അതൊരു സ്റ്റാറാണ്, അതിസൂക്ഷ്മമാണ്. എങ്ങനെയാണോ ബാബ, അത് തന്നെയാണ് ആത്മാവിൻ്റെയും സ്വരൂപം.
ഇപ്പോൾ നിങ്ങൾ ബാബയുടെ മഹിമ ചെയ്യുന്നു. ആ ഒന്ന് സച്ചിത്താണ്, ജ്ഞാനത്തിൻ്റെ സാഗരമാണ്, ആനന്ദത്തിൻ്റെ സാഗരമാണ്. നിങ്ങളുടെ ആത്മാവും ആ ഒന്നിന് സമാനമാകുന്നു. നിങ്ങളുടെ ബുദ്ധിയിൽ ഇപ്പോൾ മുഴുവൻ സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനം വന്നു കഴിഞ്ഞു. മറ്റൊരു മനുഷ്യനിലും ഈ ജ്ഞാനമില്ല. മുഴുവൻ ഭാരതത്തിലും മുഴുവൻ വിദേശത്തും അന്വേഷിച്ചു നോക്കൂ, ആർക്കും തന്നെ അറിയില്ല. ആത്മാവ് 84 ജന്മങ്ങളുടെ പാർട്ട് അഭിനയിക്കുന്നു. 84 ലക്ഷം എന്നത് ഇമ്പോസിബിളാണ്. 84 ലക്ഷം ജന്മങ്ങളെക്കുറിച്ച് ആർക്കും വർണ്ണിക്കാൻ പോലും സാധിക്കില്ല. ബാബ പറയുന്നു, നിങ്ങൾ തൻ്റെ ജന്മങ്ങളെ അറിയുന്നില്ല, ഞാൻ കേൾപ്പിക്കുന്നു. അതെല്ലാം കേട്ടിട്ടും കല്ല് ബുദ്ധിയായവർ മനസ്സിലാക്കുന്നില്ല. 84 ലക്ഷം ജന്മം ആയിരുന്നുവെങ്കിൽ ആർക്കെങ്കിലും കേൾപ്പിക്കാൻ തന്നെ എങ്ങനെ സാധിക്കും? ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ ബ്രാഹ്മണനാണ്. നമ്മൾ 84 ജന്മം എടുത്തു. ബ്രഹ്മാവും 84 ജന്മം എടുത്തു. വിഷ്ണുവും 84 ജന്മം എടുത്തു. ബ്രഹ്മാവ് തന്നെ വിഷ്ണു, വിഷ്ണു തന്നെ ബ്രഹ്മാവ്. ലക്ഷ്മി നാരായണൻ തന്നെ 84 ജന്മം എടുത്ത് പിന്നെ ബ്രഹ്മ സരസ്വതിയാകുന്നു. ഇതും മനസ്സിലാക്കേണ്ട കാര്യമാണല്ലോ. ബാബ പറയുന്നു, ഓരോ 5000 വർഷത്തിനു ശേഷവും വന്ന് മനസ്സിലാക്കിക്കുന്നു. 5000 വർഷത്തിൻ്റെ ചക്രമാണ്. ഇപ്പോൾ നിങ്ങൾ വർണ്ണങ്ങളുടെ രഹസ്യം മനസ്സിലാക്കി. ഹംസോ എന്നതിൻ്റെ അർത്ഥവും മനസ്സിലാക്കി. ഞാൻ ആത്മാവ് തന്നെയാണ് ദേവതയാകുന്നത്. പിന്നെ ഞാൻ തന്നെ ക്ഷത്രിയൻ, ഞാൻ തന്നെ വൈശ്യനും ശൂദ്രനുമാകുന്നു. ഇത്ര ജന്മമെടുക്കുന്നു. പിന്നെ ഞാൻ തന്നെ ബ്രാഹ്മണനാകുന്നു. ബ്രാഹ്മണരുടേത് ഈ ഒരു ജന്മമാണ്. ഇതാണ് നിങ്ങളുടെ വജ്രതുല്യ ജന്മം. ബാബ പറയുന്നു, ഇത് നിങ്ങളുടെ ഉത്തമ ശരീരമാണ്. ഇതിലൂടെ നിങ്ങൾക്ക് സ്വർഗത്തിൻ്റെ സമ്പത്ത് നേടാൻ സാധിക്കുന്നു. അതിനാൽ ഇപ്പോൾ മറ്റൊരു ഭാഗത്തും അലയാതിരിക്കൂ. ജ്ഞാനാമൃതം പാനം ചെയ്യൂ. തീർച്ചയായും 84 ജന്മം എടുക്കുന്നു എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ആദ്യം സത്യയുഗത്തിൽ സതോ പ്രധാനമായിരുന്നു, പിന്നെ സതോ ആയി, പിന്നെ വെള്ളിയുടെ കലർപ്പ് ചേർന്നു. പൂർണ്ണമായും മുഴുവൻ കണക്കും പറഞ്ഞു തരുന്നു. ഇപ്പോൾ ഗവൺമെൻറ്റും പറയുന്നു, സ്വർണത്തിൽ കലർപ്പ് ചേർക്കൂ, 14 കാരറ്റ് സ്വർണം ധരിക്കൂ. സ്വർണത്തിൽ കലർപ്പ് ചേർക്കുന്നത് ഭാരതവാസികൾ അപശകുനമായി മനസ്സിലാക്കുന്നു. വിവാഹം കഴിപ്പിക്കുമ്പോൾ പൂർണ്ണമായും സത്യമായ സ്വർണം അണിയുന്നു. സ്വർണത്തിന്മേലും ഭാരതവാസികൾക്ക് വളരെ സ്നേഹമുണ്ട്. എന്തുകൊണ്ട്? ഭാരതത്തിൻ്റെ കാര്യം ചോദിക്കുകയേ വേണ്ട. സത്യയുഗത്തിലാണെങ്കിൽ സ്വർണത്തിൻ്റെ കൊട്ടാരമുണ്ടായിരുന്നു, സ്വർണത്തിൻ്റെ ഇഷ്ടികകൾ ഉണ്ടായിരുന്നു. ഇവിടെ ഇഷ്ടികകളുടെ കൂമ്പാരം ഉണ്ടായിരിക്കുന്നത് പോലെ അവിടെ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും കൂമ്പാരമുണ്ടായിരിക്കും. മായ മച്ചന്ദറിൻ്റെ കളി കാണിക്കുന്നു. അയാൾ സ്വർണത്തിൻ്റെ ഇഷ്ടിക കണ്ടു, കൊണ്ടുപോയാലോ എന്ന് ചിന്തിക്കുന്നു. താഴെ ഇറങ്ങിയപ്പോൾ യാതൊന്നുമില്ല എന്ന് കണ്ടു. എന്തെങ്കിലുമൊക്കെ കാര്യമുണ്ടാകും. പെൺകുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്, ഇപ്പോൾ നമ്മൾ വീണ്ടും സ്വർഗത്തിലേക്ക് പോകുന്നു. പിന്നെ അഥവാ പതി ശല്യം ചെയ്യുകയാണ് എങ്കിൽ പാവങ്ങൾ ഉള്ളിൽ കരയുന്നു. എപ്പോൾ നമ്മൾ സുഖധാമത്തിലേക്ക് പോകും? ബാബ ഇപ്പോൾ വേഗമാകട്ടെ. ബാബ പറയുന്നു, കുട്ടികളെ, എങ്ങനെ വേഗത്തിലാക്കാൻ പറ്റും? ആദ്യം നിങ്ങൾ യോഗബലത്തിലൂടെ തൻ്റെ മാലിന്യം മാറ്റൂ. യോഗത്തിൻ്റെ യാത്രയിലിരിക്കൂ. ബാബ ധൈര്യം നൽകുന്നു. ഹേ പതീത പാവന എന്ന് വിളിക്കുന്നുമുണ്ട്. സർവരുടെയും സദ്ഗതി ദാതാവ് ഒന്നാണ് എന്ന് പാടുന്നുമുണ്ട്. ഇവിടുത്തെ തന്നെ കാര്യമാണ്. അകാസുരൻ, ബകാസുരൻ, ഈ എല്ലാ കാര്യങ്ങളും ഈ സംഗമ സമയത്തിൻ്റെതാണ്. ഇത് ആസുരീയ ലോകം തന്നെയാണ്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഞാൻ കൽപ്പകൽപ്പങ്ങളിൽ സംഗമത്തിൽ വരുന്നു. മുഴുവൻ വൃക്ഷവും ജീർണിച്ച അവസ്ഥ പ്രാപിക്കുമ്പോൾ. നിങ്ങൾക്കറിയാം, സത്യയുഗത്തിൽ ഓരോ വസ്തുവും സതോ പ്രധാനമായിരിക്കും.
ഇവിടെ ഇത്രയും പക്ഷികളും മൃഗങ്ങളും മറ്റുമുണ്ട്. ഇവയെല്ലാം അവിടെ ഉണ്ടാകില്ല. വലിയ വ്യക്തികളുടെ അടുക്കൽ നല്ല സ്വച്ഛത ഉണ്ടായിരിക്കും. അവർ വസിക്കുന്ന സ്ഥാനം, ഫർണിച്ചർ തുടങ്ങിയവ വളരെ നല്ലതായിരിക്കും. നിങ്ങളും ഇത്രയും ഉയർന്ന ദേവതമാരാവുകയാണ്. അവിടെ അങ്ങനെയുള്ള ഏതെങ്കിലും മോശമായ വസ്തു ഉണ്ടായിരിക്കുക സാധ്യമല്ല. ഇവിടെയാണെങ്കിൽ കൊതുക് ആദിയായ അനേകം പ്രകാരത്തിലുള്ള രോഗങ്ങൾ, എത്ര മാലിന്യമുണ്ടായിരിക്കുന്നു. ഗ്രാമങ്ങളിൽ ഇത്രയും മാലിന്യമില്ല. വലിയ വലിയ പട്ടണങ്ങളിൽ വളരെയധികം മാലിന്യമുണ്ട്. കാരണം വളരെയധികം മനുഷ്യരായി പോയി, വസിക്കാനുള്ള സ്ഥാനമില്ല. നിങ്ങൾ മുഴുവൻ വിശ്വത്തിൻ്റെയും അധികാരിയാകുന്നു. നിമിഷത്തിൽ തന്നെ ബ്രഹ്മാവ്, നിമിഷത്തിൽ തന്നെ വിഷ്ണു, നിമിഷത്തിൽ തന്നെ 9 ലക്ഷം നക്ഷത്രങ്ങൾ എന്ന് മനുഷ്യർ പാടുന്നു. ബ്രഹ്മാവ് തന്നെ വിഷ്ണുവാകുന്നു. വിഷ്ണുവിനോടൊപ്പം നക്ഷത്രങ്ങളുമുണ്ട്. സത്യയുഗത്തിൽ ഇവർ ദേവതയാകുന്നു. അപ്പോൾ ഇത്ര കുറച്ചു പേരാണ് ഉണ്ടായിരിക്കുന്നത്. വൃക്ഷം ആദ്യം ചെറുതായിരിക്കും, പിന്നീട് അഭിവൃദ്ധി പ്രാപിക്കുന്നു. സത്യയുഗത്തിൽ വളരെ കുറച്ചു പേരെ ഉണ്ടായിരിക്കൂ. മധുരമായ നദികളുടെ മേൽ വസിക്കുന്നുണ്ടാകും. ഇവിടെ നദികളിൽ നിന്നും വളരെയധികം കനാൽസ് ഉണ്ടാകുന്നു. അവിടെ കനാൽസും മറ്റും ഉണ്ടായിരിക്കുന്നില്ല. ഒരു പിടി മനുഷ്യരെ ഉണ്ടായിരിക്കുകയുള്ളൂ. ഇത്രയും പേർക്ക് വേണ്ടി ഗംഗയും യമുനയുമുണ്ട്. ആ നദികളുടെ സമീപത്ത് വസിക്കുന്നു. 5 തത്വങ്ങളും ദേവതന്മാരുടെ അടിമയാകുന്നു. ഒരിക്കലും നിയമം തെറ്റി മഴ പെയ്യുന്നില്ല. ഒരിക്കലും നദി കവിഞ്ഞൊഴുകുന്നില്ല. പേര് തന്നെ സ്വർഗം എന്നാണ്. അപ്പോൾ പിന്നെ എന്താണ്? സ്വർഗത്തിൻ്റെ ആയുസ് ഇത്രയും ലക്ഷം വർഷമാണ് എന്നിപ്പോൾ പറയുന്നു. ശരി, അവിടെ ആരാണ് രാജ്യം ഭരിച്ചിരുന്നത്? ഇത് പറയൂ. എത്ര കെട്ട് കഥകളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, നമ്മൾ കഴിഞ്ഞ കൽപ്പത്തിലേതുപോലെ ഈ പാർട്ട് അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു. രുദ്രജ്ഞാനയജ്ഞത്തിൽ അനേകം പ്രകാരങ്ങളിലുള്ള അസുരന്മാരുടെ വിഘ്നമുണ്ട്. അസുരന്മാർ മുകളിൽ നിന്നും മാലിന്യവും ചാണകവും മറ്റും ഇടുമായിരുന്നു എന്ന് മനുഷ്യർ മനസ്സിലാക്കുന്നു. പക്ഷേ അല്ല. നിങ്ങൾ കാണുന്നുണ്ട് എത്ര വിഘ്നമാണ് ഉണ്ടാകുന്നത്. അബലകളുടെ മേൽ അത്യാചാരം നടക്കുന്നു. അപ്പോഴാണ് പാപത്തിൻ്റെ കുടം നിറയുന്നത്. ബാബ പറയുന്നു, അല്പം സഹിക്കേണ്ടി വരും. നിങ്ങൾ തൻ്റെ ബാബയെയും സമ്പത്തിനെയും ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ. അടികൊള്ളുന്ന സമയവും ബുദ്ധിയിൽ ശിവബാബയെ ഓർമ്മിക്കൂ. നിങ്ങൾക്കാണെങ്കിൽ ബുദ്ധിയിൽ ജ്ഞാനമുണ്ട്. ആരെങ്കിലും തൂക്കിലേറ്റുകയാണ് എങ്കിൽ പാതിരിമാർ പറയുന്നു, ഗോഡ് ഫാദറിനെ ഓർമ്മിക്കൂ, ക്രൈസ്റ്റിനെ ഓർമ്മിക്കൂ എന്ന് പറയുകയില്ല. ഗോഡിൻ്റെ നേർക്കാണ് സൂചന നൽകുന്നത്. ആ ഒന്ന് ഇത്രയും ലവ്ലിയാണ്. എല്ലാവരും ആ ഒന്നിനെ വിളിക്കുന്നു. ആത്മാവ് തന്നെയാണ് വിളിക്കുന്നത്. ഇപ്പോൾ ദേഹി അഭിമാനി ആകുന്നതിൽ തന്നെയാണ് പ്രയത്നമുള്ളത്. 63 ജന്മം നിങ്ങൾ ദേഹാഭിമാനത്തിലായിരുന്നു. ഇപ്പോൾ ഈ ഒരു ജന്മത്തിൽ ആ പകുതി കൽപ്പത്തെ ശീലം മാറ്റണം. നിങ്ങൾക്കറിയാം, ദേഹി അഭിമാനി ആകുന്നതിലൂടെ നമ്മൾ സ്വർഗത്തിൻ്റെ അധികാരിയായി മാറും. എത്ര ഉയർന്ന പ്രാപ്തിയാണ്! അപ്പോൾ രാപ്പകൽ ഈ പ്രയത്നത്തിൽ ഇരിക്കേണ്ടി വരും. മനുഷ്യർ ജോലിയും മറ്റും ചെയ്യുന്നതിന് വേണ്ടിയും പ്രയത്നിക്കുന്നു. ലാഭമുള്ള കാര്യത്തിൽ മനുഷ്യർക്ക് ഒരിക്കലും ഉറക്കം തൂങ്ങലോ കോട്ടുവായോ വരില്ല. കാരണം ലാഭമാണ്. പൈസയുടെ സന്തോഷമുണ്ടായിരിക്കും. ക്ഷീണത്തിൻ്റെ കാര്യമേ കാണില്ല. ബാബയും അനുഭവിയാണല്ലോ. രാത്രി സ്റ്റീമേഴ്സ് വരുമായിരുന്നു. അപ്പോൾ വന്ന് സാധനം വാങ്ങുമായിരുന്നു. ഇടപാടുകാരൻ്റെ പോക്കറ്റ് കാലിയാകാത്തതുവരെയും അവരെ വിടില്ല. ബാബ പൂർണ്ണമായും അനുഭവി രഥത്തെയാണ് എടുത്തത്. ഇദ്ദേഹം എല്ലാ അനുഭവവും നേടിയിട്ടുണ്ട്. ഗ്രാമത്തിലെ ബാലനുമായിരുന്നു. 10 അണയ്ക്ക് ധാന്യം വിൽക്കുമായിരുന്നു. ഇപ്പോഴാണെങ്കിൽ നോക്കൂ, വിശ്വത്തിൻ്റെ അധികാരിയാകുന്നു.
പൂർണ്ണമായും ഗ്രാമത്തിലേതായിരുന്നു. പിന്നെ കയറി അപ്പോൾ പൂർണ്ണമായും രത്നവ്യാപാരത്തിൻ്റെ തൊഴിലിൽ ഏർപ്പെട്ടു. അത് രത്നവ്യാപാരത്തിൻ്റെ കാര്യം. ഇതാണ് സത്യമായ രത്നവ്യാപാരം. ഇത് റോയൽ വ്യാപാരമാണ്. ബാബ വളരെയധികം അനുഭവിയാണ്. ബാബ വൈസ്രോയുടെയും മറ്റും വീട്ടിൽ സ്വന്തം വീട്ടിലേക്ക് എന്നതുപോലെ പോകുമായിരുന്നു. ഇതിനെ പിന്നെ പറയുന്നത് അവിനാശി ജ്ഞാനരത്നം എന്നാണ്. എത്രത്തോളം ഇത് ബുദ്ധിയിൽ ധാരണ ചെയ്യുമോ, ഇതിലൂടെ നിങ്ങൾ പദം പതിയാകും. ശിവബാബയെ കരാറുകാരൻ, രത്നാകരൻ എന്ന് പറയുന്നു. ആ ഒന്നിൻ്റെ മഹിമയും പാടുന്നു. പിന്നെ പറയുന്നു സർവവ്യാപി. മഹിമയോടൊപ്പം പിന്നെ ഇത്രയും ഗ്ലാനിയുമുണ്ട്. ഭക്തിമാർഗത്തിന് എങ്ങനെയുള്ള അവസ്ഥ ഉണ്ടായിരിക്കുന്നു? ബാബു പറയുന്നു, എപ്പോഴാണോ ഭക്തി പൂർത്തിയാകുന്നത് അപ്പോൾ ഭക്തരുടെ രക്ഷകനായ ബാബ വരുന്നു. വളരെയധികം ഭക്തി ആരാണ് ചെയ്യുന്നത്? ഇതും സിദ്ധമാകുന്നു. ഏറ്റവും കൂടുതൽ ഭക്തി നിങ്ങളാണ് ചെയ്യുന്നത്. അവർ തന്നെ ഇവിടെ വന്ന് ആദ്യം ബ്രാഹ്മണരാകുന്നു. ബാബയിൽ നിന്നും സമ്പത്ത് നേടുന്നു, വീണ്ടും പൂജ്യരാകുന്നതിനു വേണ്ടി. രാവണൻ പൂജാരിയാക്കി ബാബ പൂജ്യരാക്കുന്നു. ഇതാണ് ഭഗവാൻ ഉവാച. ഭഗവാൻ ഒന്നേ ഉള്ളൂ, 2-3 ഭഗവാൻ ഒന്നുമില്ല. ഗീത ഭഗവാനാൽ പാടപ്പെട്ടതാണ്. ശിവഭഗവാൻ ഉവാച എന്നതിനു പകരം കൃഷ്ണന്റെ നാമം വെച്ചു. അപ്പോൾ എത്ര വ്യത്യാസമുണ്ടായി? ഡ്രാമയനുസരിച്ച് വീണ്ടും ഗീതയുടെ നാമം ഇങ്ങനെ മാറേണ്ടതാണ്. പിന്നെ വിളിക്കുന്നു പതീത പാവന വരൂ എന്ന്. ബാബ പാവനമാക്കുന്നു, രാവണൻ പതീതമാക്കുന്നു. അപ്പോൾ മനസ്സിലാക്കുവാൻ എത്ര ബുദ്ധി ആവശ്യമാണ്? ശ്രീമദ്, ശ്രേഷ്ഠമത്തിലും ശ്രേഷ്ഠമായ മതം ഒരു ബാബയുടേതാണ്. ഈ ലക്ഷ്മി നാരായണൻ ബാബയുടെ മതത്തിലൂടെ തന്നെയാണ് സ്വർഗത്തിൻ്റെ അധികാരിയായത്. ശരി, മധുരമധുരമായ സിഖില്ലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യ സാരം: ഈ ഒരു ജന്മത്തിൽ 63 ജന്മങ്ങളുടെ പഴയ ദേഹാഭിമാനത്തിൻ്റെ ശീലം ഇല്ലാതാക്കുന്നതിൽ പ്രയത്നിക്കണം. ദേഹി അഭിമാനിയായി സ്വർഗത്തിൻ്റെ അധികാരിയാകണം. ഈ വജ്രതുല്യമായ ഉത്തമ ജന്മത്തിൽ ഈ ബുദ്ധിയെ അലയിക്കരുത്. സദോ പ്രധാനമാകണം. അത്യാചാരങ്ങൾ സഹിച്ച് ബാബയിൽ നിന്നും പൂർണ്ണമായും സമ്പത്ത് നേടണം. വരദാനം: ചിന്തിക്കുന്നത്, പറയുന്നത്, ചെയ്യുന്നത് മൂന്നും സമാനമാക്കുന്ന സർവോത്തമ പുരുഷാർത്ഥിയായി ഭവിക്കട്ടെ. എല്ലാ ശിക്ഷണങ്ങളുടെയും സാരമാണ് ഏതൊരു കർമ്മത്തിലൂടെയും നോക്കുന്നതിൽ, എഴുന്നേൽക്കുന്നതിൽ, ഇരിക്കുന്നതിൽ, നടക്കുന്നതിൽ, ഉറങ്ങുന്നതിൽ ഫരിഷ്താസ്ഥിതി കാണപ്പെടണം. ഓരോ കർമ്മത്തിലും അലൗകികത ഉണ്ടാകണം. യാതൊരു ലൗകികതയും കർമ്മത്തിലോ സംസ്കാരങ്ങളിലോ ഉണ്ടാകരുത്. ചിന്തിക്കുന്നത്, ചെയ്യുന്നത്, പറയുന്നത് എല്ലാം സമാനമാകണം. ഇത് ചെയ്യരുത് എന്ന് ചിന്തിച്ചിരുന്നു, എന്നാൽ ചെയ്തു പോയി എന്നത് പാടില്ല. മൂന്നും ഒരേപോലെയും ബാബയ്ക്ക് സമാനവുമാകണം. അപ്പോൾ ശ്രേഷ്ഠവും സർവോത്തമവുമായ പുരുഷാർത്ഥി എന്ന് പറയും. സ്ലോഗൻ: ഉത്തരവാദിത്വം എടുക്കുക എന്നാൽ എക്സ്ട്രാ ആശീർവാദങ്ങളുടെ അധികാരിയാവുക എന്നാണ്. ഓം ശാന്തി. മനസ്സാ സേവനത്തിൻ്റെ അഭ്യാസം. വിശ്വമംഗളകാരിയായ ബാബയിൽ നിന്നും പ്രാപ്തമാക്കിയ ഈശ്വരീയ ഖജനാവുകൾ ഞാൻ ഈ വിശാല സേവനത്തിനായി വിനിയോഗിക്കുകയാണ്. ഞാൻ എൻ്റെ
സങ്കല്പശക്തി കൊണ്ട് ഈ വിശ്വത്തിൻ്റെ പരിധിയില്ലാത്ത സേവനം ചെയ്യുവാനായി എൻ്റെ ആത്മസ്വരൂപത്തെ സജ്ജമാക്കുകയാണ്. എൻ്റെ സങ്കല്പശക്തിയെയും സമയത്തിൻ്റെ ശക്തിയെയും വ്യർത്ഥമാക്കാതെ സമ്പൂർണ്ണ സമർത്ഥമാക്കി ഈ വിശാല സേവനത്തിന് നിമിത്തമാകുന്ന സഹയോഗി ആത്മാവാണ് ഞാൻ. എൻ്റെ സൈലൻസിൻ്റെ ശക്തിയിലൂടെ, ശുഭഭാവനയിലൂടെയും മംഗളഭാവനയിലൂടെയും മുഴുവൻ വിശ്വത്തിലും ആത്മീയതയുടെ അലകൾ ഇപ്പോൾ വ്യാപിക്കുകയാണ്. സന്തോഷത്തിൻ്റെ അലകൾ എന്നിൽ നിന്നും മുഴുവൻ വിശ്വത്തിലേക്കും വ്യാപിക്കുകയാണ്. ഈ വിശ്വത്തിലെ ഭയഭീതരായ ആത്മാക്കളെ, പ്രതീക്ഷയറ്റ ആത്മാക്കളെ, ശ്രേഷ്ഠ ഭാവിയുടെ പുതിയ പ്രതീക്ഷകൾ ഉണർന്നു വരട്ടെ. അവരിലെ ഭയഭീതികൾ അകലട്ടെ, നിരാശകൾ നീങ്ങട്ടെ, സന്തോഷത്തിൻ്റെ അലകൾ അവരിൽ ഉൽപ്പന്നമാകട്ടെ.